തബ്ലീഗുകാർ മനസ്സിലാക്കി കുപ്പായും താടിയും വളർത്തി സുന്നിയാളെ കോലത്തിൽ ചെന്നാ പിടിക്കാനാണ്. അത് നടന്നില്ല. അപ്പോ തബ്ലീഗുകാർക്ക് മനസ്സിലായി കെട്ടും മട്ടും മാത്രം പോരാ, സമസ്തന്റെ ബാനറും വേണം. അങ്ങനെ സമസ്തയുടെ SKയുടെ ബാനർ വെച്ചുകൊണ്ട് പ്രതിഷ്ഠപ്പെട്ട ആ തർക്കത്തിന് നിങ്ങൾക്കറിയുമോ? SKക്കാര ആണായിട്ടാ ഞാൻ പറയുന്നത്. നിഷേധിക്കാൻ നിന്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ വാ നിന്റെ രക്തത്തോടുമായി. ഇത് തെക്കൻ ജില്ലകളിൽ തട്ടവും തൊപ്പിയുമിട്ട് തബ്ലീഗ് പ്രചരിപ്പിച്ച EP അബൂബക്കർ കാസിമിയ. ആരാണ് EP അബൂബക്കർ കാസിമി എന്നറിയുമോ? ഫ്ലക്സ് ബോർഡിൽ ചുണ്ട് ചോപ്പിച്ച് ഫോട്ടോ വന്ന ഈമാനായി എന്ന് മനസ്സിലാക്കേണ്ട പോയതക്കാരെ നിങ്ങൾക്കറിയുമോ? ഇത് ആ EP അബൂബക്കർ കാസിമി എഴുതി തന്ന കഥ. ആ EP അബൂബക്കർ കാസിമി നിങ്ങളുടെ സ്റ്റേജുകളിൽ കയറിയിറങ്ങി പാട്ടുപാടി പോകുന്ന തെക്കൻ ജില്ലയിലെ തബ്ലീഗുകാരൻ, അവിടെയുള്ള ഞങ്ങളെ പ്രവർത്തകന്മാർക്ക് എഴുതി തന്ന കഥ ഞാൻ ഈ കയ്യിൽ പിടിച്ച് കേട്ടോളൂ. സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നിന്നും എനിക്ക് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിവാരണം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മുമ്പുള്ള വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന യോഗം ഇൻഷാ അല്ലാഹ് 9-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇശാക്ക് ശേഷം ഇരുകൂട്ടരും തീരുമാനിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ചു നടത്താൻ ഞാനും ഇതുമായി ബന്ധപ്പെട്ടവരും തയ്യാറാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് EP അബൂബക്കർ അൽ ഖാസിമി ഇമാം ചിന്നക്കട ജുമാ മസ്ജിദ് ഒപ്പിട്ടിട്ടുണ്ട്, ഡേറ്റ് വെച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ തലീക്കെട്ട് കെട്ടി താടി വെച്ച് തബ്ലീഗ് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വരികയും അതിനെ ഞങ്ങളുടെ പ്രബോധകന്മാർ പ്രതിരോധിക്കുകയും ചെയ്തപ്പോൾ തബ്ലീഗുകാർ മനസ്സിലാക്കി തട്ടം പോരാ, തൊപ്പി പോരാ, സമസ്തന്റെ ബാനർ ബാക്കിൽ വെച്ച് പറയാൻ കഴിയണം. അങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഹംഫറിയേറിയ തന്ത്രം ചേളാരി സമസ്തയിൽ വിധത്തിലാർ പയറ്റിയത്. നിഷേധിക്കണ്ടെങ്കിൽ ഇതിന് വെല്ലുവിളി വിളിക്കണേ. ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പുസ്തകാരാ വാദപ്രതിവാദത്തിന്റെ മാലപ്പുറങ്ങൾക്ക് പൊട്ടിച്ചേരാണ്. നിങ്ങളാ വാദപ്രതിവാദം പറഞ്ഞ് ഞങ്ങളെ മൂക്കിൽ വലിച്ചാൽ നോക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ കർമ്മപടയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ഞങ്ങളെ ആ മൂക്കിൽ വലിച്ചാണ് കരുതിയ EP അബൂബക്കർ അൽ ഖാസിമി തബ്ലീഗ് ജമാഅത്തിനു വേണ്ടി സംവാദം നടത്താൻ തയ്യാറെന്ന് അറിയിച്ചു വന്ന കത്ത് ആ EP അബൂബക്കർ അൽ ഖാസിമി സഹോദരന്മാരെ പ്രസംഗിക്കുന്ന പോസ്റ്ററാണ് നിങ്ങൾ കണ്ടത്. SKയുടെയും വരക്കൽ തങ്ങൾ പാപ്പ കയ്യിൽ പിടിച്ച പതാകയുടെയും മുന്നിൽ നിന്നുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിന് ഓശാന പാടുന്ന ഒരു പണ്ഡിത വേഷധാരിക്ക് മൈക്കിന്റെ മുന്നിൽ വാചകപ്രസംഗം നടത്താൻ അവസരം കൊടുത്തത്. സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ഇത് SKക്കാരാ നിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നുണ്ടോ? വേദന ഉണ്ടാക്കണമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ആ വിരോധം ഒന്ന് മേശപ്പുറത്ത് വെച്ച് സുന്നത്തിയമാക്കിനോടുള്ള വിധേയത്വം മനസ്സിലേക്ക് കയറ്റി. ഇനി അയാൾ പ്രസംഗിക്കുന്ന ആശയോ തനി ഹുസൈൻ സലഫിന്റെ ആശയം. ഹുസൈൻ സലഫിയുടെ ആശയം എന്താണ്? മുജാഹിദുകളെ പരിപാടി പാണക്കാട് തങ്ങളി AP ഉസ്താദിനെ മുശ്രിക്കാക്കാൻ അബൂജഹലിനെ ഉത്തുബത്തിനെ മോമിനാക്കണം കരാപരിപാടി ഉണ്ട് മുജാഹിദ്. അത് തന്നെയാണ് EP അബൂബക്കർ കാസിമി നടത്തുന്നത്. എന്നിട്ട് ബഹുമാനനായ ഫാറൂഖ് നഈമി ആ EP അബൂബക്കർ കാസിമി എന്ന തബ്ലീഗുകാരന്റെ ക്ലിപ്പിട്ടുകൊണ്ട് അയാൾക്കെതിരെ ഗണ്ണിക്കുകയും ആ ക്ലിപ്പിന് സമാനമായ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നത് സഹോദരന്മാരെ ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഉസ്താദിനെ നിങ്ങൾ അറുത്ത് മുറിച്ചാലും ശരി, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് വന്നത് അല്ലാഹുവിനെ പരിചയപ്പെടുത്താനല്ല. എല്ലാ ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെയും ബ്രാൻഡാണ്. വിശദീകരിക്കാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് റസൂലുള്ള വന്നതെന്ന്. ഒരിക്കലുമല്ല. അബൂജഹൽ വിളിച്ചതും അള്ളാഹുവിനെ, ബദറിൽ നിന്ന് റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ. എവിടെയാണ് പെശക് പറ്റിയത്?
ക്രിസ്ത്യാനികൾ വിളിക്കുന്നതും ദൈവത്തെ, ഹിന്ദുക്കൾ വിളിക്കുന്നതും ദൈവത്തെ, മുസ്ലിങ്ങൾ വിളിക്കുന്നതും അള്ളാഹുവിനെ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല, നമ്മൾ ഹിന്ദുക്കളുമല്ല, നമ്മൾ അബൂജഹലിന്റെ പാർട്ടിക്കാരുമല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ അബൂജഹൽ എന്ന് കേൾക്കുമ്പോൾ ആനത്ത് പറയും, നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തറുളിയെത്തിയല്ലോ. എവിടെയാണ് പിഴച്ചു പോയത്? എവിടെയാ പിഴച്ചത്? അപ്പോൾ മുസ്ലിങ്ങൾ വിളിക്കുന്ന അല്ലാഹുവും ക്രൈസ്തവ ലോകം വിളിക്കുന്ന ദൈവവും ഹൈന്ദവ ലോകം വിളിക്കുന്ന ദൈവവും അബൂജഹൽ വിളിക്കുന്ന ദൈവവും അതെല്ലാം അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കിപ്പോയി. അബൂജഹൽ വിളിച്ച അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു അല്ല. അബൂജഹൽ വിളിക്കുന്ന അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാഹല്ല.